കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനത്തിന് നമുക്ക് പോയി പോണ വഴിക്ക് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് എന്നെ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത്. പാട്ടുപാടി ഗാനമേളയ്ക്കൊക്കെ പാടുന്ന ആണോ? പിന്നെ ഗാനലകൾ ഒറ്റയ്ക്ക് പാടിക്കളേ. പല പ്രാവശ്യം ഞാനും പിണ്ണാക്ക് വാങ്ങാനായിട്ട് കടയിലേക്ക് ചെന്നെങ്കിലും ഒരു ഉണ്ണാക്കന്മാര് പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നലെ ഉറങ്ങുമ്പോൾ കിടക്കതന്നരികില ശൂശുന്നാരാണ്ടോ വിളിച്ച പോലെ. Once upon a time, once upon a time, once upon a time, once upon a time. സ്റ്റാൻഡപ്പ് കോമഡിയുടെ വേറിട്ട ഭാവങ്ങളുമായി Once Upon a Time സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. Once Upon a Timeന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ we have an eminent panel of judges. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. Let's welcome രമേശ് പിഷാരടി, കൃഷ്ണപ്രഭ, പിന്നെ നമ്മുടെ ഷോയിലെ ദി ടൂറിസ്റ്റ് ആയ നമ്മുടെ സ്വന്തം താത്ത പ്രോമാക്സ്. വെൽക്കം. അപ്പോ കൃഷ്ണപ്രഭ ആസ് എ ജഡ്ജ് നമ്മുടെ ഷോയിൽ ജോയിൻ ചെയ്യുന്ന മറ്റൊരു എപ്പിസോഡാണിത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയണം ഹൗ ഡസ് ഷി ഫീൽ എന്നുള്ളത്. വീണ്ടും എത്തി ആ ഒരു സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷോയുടെ ഭാഗമായതിനെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടാവണം. ഞാനൊരു സ്പീച്ചിന് പോയ കഥ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രസംഗത്തിന് ചേർന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് വളരെയധികം ബഹുമാനമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇവിടെ വരുന്ന എല്ലാവരും നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ആ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ആ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ കാരണമൊക്കെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് പാളി പോകുന്നതോ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ കൃഷ്ണപ്രഭ സ്റ്റാൻഡപ്പ് കോമഡി, അഭിനയം, ഡാൻസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരോട് സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ, അവിടെ ഒരു മ്യൂസിക് പരേഡ് കാണുന്നുണ്ട് വരുന്നുണ്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം കൃഷ്ണപ്രഭ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചു, ഞാൻ തൃപ്പൂണിത്തുറയാണല്ലോ താമസം, രമേശ് ചേട്ടാ തൃപ്പൂണിത്തുറയാകുമ്പോഴത്തേക്ക് കച്ചേരി കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ചിലപ്പോഴങ്ങനെ ഉത്സവ സമയത്തൊക്കെ കേക്കൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കച്ചേരി കേൾക്കാനായിട്ട് അങ്ങനെ പോയി ഇരിപ്പില്ല. ഏതായാലും കൃഷ്ണപ്രഭ വിളിച്ചല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നിട്ട് കൃഷ്ണപ്രഭേനെ അന്വേഷിച്ചിട്ട് കാണാനല്ലോ, നോക്കുമ്പോൾ സ്റ്റേജ് ഇരുന്ന് പാടുന്നു. ഞാനടുത്ത് കേൾക്കാൻ പോകാനെ വിളിച്ചതെന്നുള്ളത് അത്യാവശ്യം കച്ചേരിയുടെ പരിപാടിയുണ്ട് കൃഷ്ണപ്രഭയ്ക്ക് അല്ലേ? പാട്ട് എത്ര നാൾ പഠിച്ചിട്ടുണ്ട് കൃഷ്ണപ്രഭ? എന്റെ പാട്ട് പഠിത്തം ഇങ്ങനെ ഇടയ്ക്ക് തുടങ്ങും, പിന്നെ നിൽക്കും, പിന്നെ തുടങ്ങും, പിന്നെ നിൽക്കും. അങ്ങനെ ഞാൻ ലോൺ അടയ്ക്കുന്ന പോലെ അങ്ങനെയാണോ അടയ്ക്കുന്നത്? ചെറുതിലെ ഞാൻ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് നിർത്തി. ഞാൻ ഡാൻസിൽ മാത്രമായി കോൺസെൻട്രേഷൻ. പക്ഷെ എന്റെ ഗ്രാജുവേഷൻ ഡാൻസിൽ ഭരതനാട്യത്തിലായതുകൊണ്ട് നമുക്കൊരു മ്യൂസിക് ഉണ്ട്, അതിലൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എന്തായാലും പഠിച്ചിരിക്കണം പാട്ട്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഹിന്ദുസ്ഥാനി ഇതുണ്ട്, ഹിന്ദുസ്ഥാനി വോക്കൽ ഉണ്ട്. അപ്പൊ കൃഷ്ണപ്രഭയുടെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 മഹത് വ്യക്തികളാണ് ഉദ്ഘാടനത്തിന് പോയത്. ഏതാണോ? ഒരു മഹത് വ്യക്തി മമ്മൂക്കയാണ്, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്കയാണ്. രണ്ടാമത്തെ പിഷു ആണെന്നാണ് പിഷു പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാൻ വന്നായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ രണ്ടാമത്തെ. അപ്പൊ ആ ക്ലാസ്സിൽ ഹിന്ദുസ്ഥാനി സാറ് എടുക്കുന്നുണ്ട്, സുശാന്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറ് എന്നെ ഇരുത്തി ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഇപ്പൊ ഒപ്പം പഠിച്ചു. കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂളിൽ മോഹിനിയാട്ടം പഠിപ്പിക്കണ്ടോ? മമ്മൂക്ക ആ കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനത്തിന് മമ്മൂക്ക പോയി. അത് ചിലർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. ചില മമ്മൂക്കേന്റെ ഒരു ഉദ്ഘാടനത്തിന് കിട്ടാൻ ആൾക്കാർ പൈസയായിട്ട് വന്ന് നിന്നാൽ തന്നെ വേണോ വേണ്ടോ എന്നൊക്കെ പല പ്രാവശ്യം ആലോചിക്കും. അപ്പൊ കൃഷ്ണപ്രഭ ഇങ്ങനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ വീടിനടുത്ത് കുറച്ച് ദൂരെ പനമ്പള്ളി നേറിലായിരുന്നു. അപ്പം പോണ വഴിക്ക് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് എന്നെ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത്. പക്ഷെ അന്ന് മമ്മൂക്ക വന്നിട്ട് നല്ലൊരു കോംപ്ലിമെന്റ് ആണ് തന്നത്. മമ്മൂക്ക വന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകമെമ്പാടും, അതായത് മമ്മൂക്ക ലോകമെമ്പാടും ഡാൻസ് പ്രോഗ്രാമുകളായിട്ട് പറന്ന് നടക്കുകയാണ്. അപ്പൊ ഇവിടെ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ശിഷ്യയെ ഞാൻ ഈ ക്ലാസ് ഏൽപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. സ്വയം ട്രോളിയാണ് പറഞ്ഞെങ്കിലും നമുക്കതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു. തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കച്ചേരിയെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഭരതനാട്യത്തിന്റെ സബായിട്ടുള്ള കച്ചേരി കൊണ്ട് നമുക്കൊരു കച്ചേരി നടത്താൻ മാത്രമുള്ള അറിവ് കിട്ടുമോ ശരിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പാട്ടിന്റെ പഠിത്തം വളരെ ഇങ്ങനെ ഇടയ്ക്ക് തുടങ്ങും, ഇടയ്ക്ക് നിർത്തും. അപ്പോൾ ഇപ്പൊ എൻ്റെ സാറൊക്കെ ഒരു പാട്ട് കേട്ടാൽ അപ്പൊ പറയും ഇന്ന രാഗം, ഇന്ന ശ്രുതി, അങ്ങനെയൊക്കെ പറയും.
എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് രാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും എന്നല്ലാതെ അത്രത്തോളം ഞാനും എനിക്കായിട്ടില്ല. അത് എൻ്റെ പഠിപ്പിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. പക്ഷെ പാടും, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തൊണ്ട കിട്ടുന്നതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എപ്പോഴും വിശ്വസിക്കാം, നമ്മളെല്ലാവരും പറയുമല്ലോ, നമുക്ക് ശരിക്കും ദൈവം അനുഗ്രഹിച്ച് തരുന്ന കഴിവ് ഒന്ന് നല്ല തൊണ്ട പാടാനുള്ള, പിന്നെ വരയ്ക്കാനുള്ള കഴിവ്. വരയ്ക്കുക എന്നുള്ളത്, ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ പോയ ആളാട്ടോ. 2 ടാലൻസ് ഇതാണ്. എനിക്ക് ഭയങ്കര അസൂയ തോന്നിയിട്ടുള്ള 2 ടാലൻസ് ഇതാണ്: പാട്ട് പാടാനുള്ള കഴിവും വരയ്ക്കാനുള്ള കഴിവും. ഞാൻ വരയ്ക്കാൻ പോയിട്ടുണ്ട്, മീൻസ് ഡ്രോയിങ് ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്താണ്. അല്ല, ഈ വി.ഡി. രാജപ്പൻ സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടേ, അതായത് ഈ കച്ചേരി പാടുന്ന യുവജനോത്സവത്തിനൊക്കെ കച്ചേരി പാടുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലേ അതിപ്പോ ഇനി വിവാദമാക്കരുതിട്ടെ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടികൾ നല്ല സുന്ദരികളായിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ കച്ചേരി തുടങ്ങി കഴിയുമ്പോഴേക്കും അവർ തുടങ്ങുള്ളൂ. മുഖമൊക്കെ ഇങ്ങനെ വക്രിച്ച് ഇങ്ങനെ പോകും. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ മിക്കവരും വയസ്സായവരായിരിക്കും. അവർക്ക് തതരീനെ പറയണമെങ്കിൽ അത്രയും മസിൽ ഇങ്ങനെ പിടിച്ചാലേ വരുള്ളൂ. അത് കണ്ടാണല്ലോ കുട്ടികൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണേ. അപ്പം അത് കാരണം അത് കഴിയുമ്പോൾ കുട്ടികൾ അതുപോലെ അങ്ങനെ പറയുമെന്ന് പറഞ്ഞത് ശരിയാണോന്നറിയില്ല. ശരിയാണോ അത്? അതങ്ങനെയാണോ? അല്ല, ആണോ? ടീച്ചർ പറയട്ടെ. അങ്ങനെയില്ല. അല്ല, പറഞ്ഞല്ലോ അമൻതാത്ത ആദ്യം തന്നെ പറഞ്ഞല്ലോ, അത് ഇതായിട്ട് എടുക്കരുത്. അല്ല, ചിലര് കണ്ടുപഠിക്കുമെന്ന് പറയും, കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ കാണും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ചിലർ അങ്ങനത്തെ ചില ആക്ഷനുകളൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റത്തില്ല. എന്തായാലും കച്ചേരി അടിക്കും, നമുക്ക് കേട്ടിട്ട് തുടങ്ങാം, പരിപാടി തുടങ്ങാം. ഒരു വാട്സപ്പ് ടൈമിൽ ഒരു കച്ചേരി, ഒരു കീർത്തനം. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ. കല്യാണിയാണ് രാഗം. അല്ല, നീലാംബരി. നോക്കിയതാ, കല്യാണി അല്ല, നീലാംബരി. നീലാംബരിയാണ്. കിലുകിൽ പമ്പരം തിരിയും മാനസം ഈ രാഗത്തിലാണ്. വെരി ഗുഡ്. കറക്റ്റ് അല്ലേ? ചുമ്മാ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, അറിയായ്മയൊന്നും ഇല്ല കേട്ടോ. താരാട്ട് പാട്ടുകള് എല്ലാം നീലാംബരി, മിക്കതും നീലാംബരി രാഗത്തിലും ആയിരിക്കും വരുന്നത്. കൺഗ്രാറ്റ്സ്. കള്ളാല. താങ്ക് യു. പക്ഷെ ഒരാളോടൊരു പാട്ട് പാടാൻ പറയുമ്പോ കിട്ടിയ അവസരത്തിൽ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് സ്വന്തം പേര് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോട് എനിക്ക് ചെറിയ എതിർപ്പുണ്ട്. അല്ലേ? ചിരിച്ചതല്ലേ, മുഖത്തൊരു ചിരി കിടന്നു. അല്ല, ഇത് പാടിയപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. എനിക്കൊന്ന് അടുത്ത കാലത്ത് ഒരു മെഡ്ലി സോങ് അല്ലേ, ഒരു അമ്മയുടെ ഷോയ്ക്കാണെന്ന് തോന്നുന്നു, എല്ലാ ആർട്ടിസ്റ്റുകളും മനോഹരമായിട്ട് പാടി. പക്ഷെ എനിക്കൊന്ന് കൃഷ്ണയുടെ പാട്ടായിരുന്നു അന്ന് ഒരു പൊടിക്കൊന്ന് വൈറലായത്, ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് കൃഷ്ണ പാടിയ പാട്ടിനായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ കൃഷ്ണയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക്, മെയിൻ സെഗ്മെന്റിലേക്ക് നമ്മളുടെ കടക്കുവാണ്. ഹലോ, വെൽക്കം അശ്വതി ആൻഡ് നിത്യ. അടിപൊളി വേഷത്തിലാണല്ലോ, ഇന്ന് ഇച്ചിരി യോ ആയിട്ട് വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അശ്വതി ചേച്ചി സുഖല്ലേ? സുഖായിരിക്കണു. എന്തുണ്ട് പുതിയ വിശേഷം? പ്രത്യേകിച്ച് പറയാൻ വിശേഷമൊന്നുമില്ല. നമ്മുടെ എപ്പിസോഡുകളൊക്കെ വന്നിട്ട് നിങ്ങളെ നാട്ടുകാർ അയൽവക്കംകാരൊക്കെ സ്നേഹിച്ചു തുടങ്ങിയോ, സ്വീകരണം തന്നു തുടങ്ങിയോ? ഓ, പറയേ. പഞ്ചായത്തിൽ നിന്ന് പിന്നെ ഒരു സ്വീകരണം തന്നിരുന്നു. എന്റെ 2 ഉദ്ഘാടനം പോയി. എന്റെ 2 ഉദ്ഘാടനം പോയി. ഇവരെ ഇപ്പൊ പോകുന്നേ. ആ, ഇപ്പുറത്തോ? സ്വീകരണമൊന്നും കിട്ടിയില്ല. പിന്നെ എല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ സ്വീകരണത്തിന് പോയിട്ട് വല്ല പൈസ വല്ലതും കിട്ടിയായിരുന്നു ഉദ്ഘാടനത്തിനൊക്കെ? പൈസയല്ല, ഒരു പൊന്നാട എണീച്ച് പിന്നെ ഒരു മൊമന്റോ തന്നു. ചേടാ, എൻ്റെ അടുത്ത് 10,000 രൂപ തരാന്ന് പറഞ്ഞ ടീമാണ്. ഒരു പൊന്നാടയും ഒതുക്കി കളഞ്ഞല്ലേ. അപ്പൊ അവരവിടെ കുറച്ച് കോമഡി ഒക്കെ പറയാൻ പറയുന്നില്ലേ? കോമഡി പറയാൻ പറഞ്ഞു, പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ അത്യാവശ്യമൊക്കെ ചെയ്തു. കൃഷ്ണപ്രഭയെ പോലെയാണ്, പാട്ടും കോമഡിയും ഒക്കെ കൈവശമായിട്ടുള്ള ആളാട്ടോ. ഗംഭീര ഗായികയാണ്, നന്നായിട്ട് പാടും. സകലകല വല്ലഭയാ. ചേച്ചി അന്ന് പെർഫോം ചെയ്തോ അവിടെ? ഓ, പാട്ടുപാടി. പാട്ടുപാടി.
ഗാനമേളയ്ക്കൊക്കെ പാടുന്ന ആളാ. ആണോ? പിന്നെ ഗാനലഹള ഒറ്റയ്ക്ക് പാടിക്കളയും. പുതിയ ഐറ്റമാണ് പെർഫോം ചെയ്തത് അതോ ഇവിടെ ചെയ്ത ഏതെങ്കിലും ഐറ്റമാണോ ചെയ്തത്? അല്ലേ ഇവിടെ ചെയ്തതല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഓ അടിപൊളി. അത്യാവശ്യം പറഞ്ഞു ആ ആൾക്കാരെ പിടിച്ചിരുത്തിയല്ലേ? എന്നും വേണേ പറയാം. നിത്യ നിത്യ സ്വീകരണമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പൊ ആൾക്കാർ തിരിച്ചറിഞ്ഞ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ആണോ? വേറെ ആരാധകരൊക്കെ ആരെങ്കിലും വല്ല മേടിച്ചു തരുമോ? കൂടെ പഠിച്ച ഇതുവരെ വിളിച്ചിട്ട് 10 കൊല്ലമായ ആരെങ്കിലും വിളിക്കുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ? സമയമുണ്ടല്ലോ ഇനിയും. ഇതുവരെ സംഭവിച്ചിട്ടില്ല. അല്ല, എല്ലാരും വിളിക്കാറുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്നുണ്ട്. ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പോ തിരിച്ചറിയണ്ട. എന്തോ ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പോ തിരിച്ചറിയേണ്ട ആൾക്കാരെ. അത്ര ഇതായിട്ടില്ല. ആവട്ടെ. എന്നാ ഈ കഥയ്ക്ക് 3 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചറിയും. ശരി, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്കറിയുന്നുള്ള കാര്യമാണ് 3 സിനിമകളുടെ കഥ നമ്മൾ കോർത്തിനെക്കൊണ്ട് ഒരു ഒറ്റ സ്റ്റോറി ആയിട്ട് ഇവിടെ നറേറ്റ് ചെയ്യും. നിങ്ങൾ ആ 3 സിനിമകൾ ഐഡന്റിഫൈ ചെയ്ത് പറയണം. താത്ത റെഡിയല്ലേ? ആ. കള്ളനായിരുന്നു നമ്മുടെ നായകൻ. പക്ഷേ അവൻ കട്ടതൊന്നും തേക്ക് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. പിള്ളേച്ചൻ്റെ വിഷുവിന് 5 വ്യത്യസ്ത കണി കാണിച്ചതോടുകൂടി നായകനോട് പിള്ളേച്ചന് ദേഷ്യമായി. ആ 5 കണികളും കണ്ടുപിടിക്കാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ ആ 5-ൽ ആർക്കാണ് തന്നോട് പ്രണയമെന്ന് നായകൻ എത്ര അന്വേഷിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാമുകിയെ കണ്ടെത്താൻ അഭിരാമി കൊടുത്ത ഒരു ക്ലൂ മാത്രമേ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. 5 കസിസിൽ നെല്ലിയാരാവത് ഒബ്രമാധുവെ മാട്രിബട്രേൻ. കൊറിയറായി പൂച്ചക്കുട്ടിയെ അയക്കാൻ ധൈര്യം കാണിച്ച ആ കാമുകിയെ അയാൾ തിരഞ്ഞു നടന്നു. അവസാനം അയാൾ ചെന്നെത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു. ഊരുതണ്ടിയായ നായകൻ്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ എന്ന് ചോദിച്ച ഉസ്താദിനോട് അവസാനം ഉസ്താദിൻ്റെ കവറിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അയാൾ പിന്നെയും യാത്ര തുടർന്നു. അല്ലാ. കിട്ടിയോ? കിട്ടിയോ? ഒരെണ്ണം 3 സിനിമകളുണ്ട് ഇതിനകത്ത്. ആ ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടി. ആ ഇപ്പുറത്തോ എത്ര എണ്ണം കിട്ടി? 2 എണ്ണം. ആ 2 എണ്ണം കിട്ടി. ശരി, 2 എണ്ണം കിട്ടിയുള്ള പറയൂ. ഒന്ന് മീശമാധവൻ, ഒന്ന് ബത്ലേഹിം. എന്തോ എന്തോ ക്രിസ്മസ് പറ. ഇപ്പുറത്ത് പറയട്ടെ നോക്കട്ടെ. സമ്മർ ഇൻ ബത്ലഹേം. ആ എന്താണ് ഈ ഇപ്പൊ കാണുന്നത്? 1-1 ഇരിക്കുകയാണ്. അതെ, ഒരു സിനിമ കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്ന ടീച്ചർ പറയും. എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണല്ലോ. അയ്യോ, അത് ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതെ. അത് സംഗീതം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ എന്റെ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിലും സിനിമ അതായിരുന്നില്ല. ഋഷഭം, പഞ്ചമം, സിംഹത്തിന്റെ മടയിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഹരികൃഷ്ണൻസ് ആണോ? അല്ല, ഹരികൃഷ്ണൻ. രാവണപ്രഭു ആണോ? രാവണപ്രഭു അല്ല, രാവണപ്രഭു അല്ല. രാവണപ്രഭുവിന്റെ ചേട്ടൻ. ഉത്തരം പറയാൻ ഞാൻ വെമ്പുന്നു. 1 2 3 4 ദേ ഈ ടീച്ചറിന് മൈക്ക് കൊടുത്തേ. നീലിട്ട ടീച്ചർക്ക് മൈക്ക് കൊടുത്തേ. 6-ാം തമ്പുരാൻ. സംഗീതം പഠിക്കണമെന്ന് വേണ്ടി സിംഹത്തിന് പോയ ടീച്ചർ കണ്ടാണോ സിനിമ? എൻ്റെ ഫാമിലിയിൽ എല്ലാവരും സംഗീതമുള്ളവരാണ്. എൻ്റെ മകൻ പാടും. എൻ്റെ സഹോദരൻ പന്തളം സുരേഷാണ്. അപ്പൊ ടീച്ചർ പാടിയിട്ട് പോയാൽ മതി. പാട്ടിനോട് എനിക്ക് വലിയ താല്പര്യം. ഞാൻ നന്നായിട്ട് പാടില്ല, എൻ്റെ മകൻ നന്നായിട്ട്. എൻ്റെ അച്ഛൻ പാടും. എന്നാലും മുല്ലപ്പൂമ്പടി ടീച്ചറിന്റെ സൗണ്ട് നല്ല സൗണ്ടാണ്. നല്ല സൗണ്ടാ ടീച്ചറെ. കാച്ച് മറ്റൊരു അവസരമില്ല കാച്ച. ഞങ്ങൾ ഇന്ന് സംഗീത സാധനമായ എപ്പിസോഡ്. പാടാൻ അത്ര കഴിവില്ല. ടീച്ചറിന്റെ കുട്ടികളിൽ ആര് പാടും? നന്നായിട്ട് പാടുന്ന ഒരാൾ. നന്നായിട്ട് പാടുന്ന ഒരുവിധം പാടുന്ന ഒരാൾ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ, എന്താണ് ഈ സുന്ദരിയായ ഗായികയുടെ പേര്? മെഹറിൻ. മെഹറിൻ. മെഹറിൻ എന്ത് കോഴ്സാ പഠിക്കുന്നത്? എവിടുന്നാ വരുന്നേ? ഞാൻ എടപ്പള്ളി GITD ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നു. അടിപൊളി, സൂപ്പർ. ശരി, അപ്പൊ പാടിക്കോ. கடவுளில்லை என்றேன் தாயை காணும் வரை, கனவு இல்லை என்றேன் ஆசை தோன்றும் வரை, காதல்
அர்த்தம் புரியும் வரை கங்கை நீரின் சுவை கடலில் சேரும் வரை காதல் சுவை ஒன்று தானே காற்று வீசும் வரை நேற்று இல்லாத மாற்றம் இன்னது காற்றின் காதிலேதோ சொன்னது இதுதான் காதல் என்பதா இளமை பொங்கி விட்டதா இதயம் சிந்தி விட்டதா சொல் மனமே Beautiful, മെഹറിൻ. അടിപൊളിയായിരുന്നു. വളരെ മനോഹരമായിട്ട് പാടിയിട്ട് നന്നായിട്ടുണ്ട്. നല്ലൊരു കൈയടി. Come on. Thank you. Super.